ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് ചിന്തയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിയിൽ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇതിലൊരു കാർഡ്സ് എടുക്കുക. ഓക്കെ, കാർഡ്സ് എടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ, നിങ്ങൾ കാർഡ്സ് എടുത്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇവിടെ ഹെറോഫെൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റിൽ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കാർമിക് റിലേഷൻഷിപ്പിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില കാർമിക് സിറ്റുവേഷൻ വന്നു ചേർന്നിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ചില കാർമിക് സിറ്റുവേഷനാണ്, കെട്ടി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ ചില ലോങ് ഡിസ്റ്റൻസ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സുകളോ വ്യക്തികളോ ലോങ് ഡിസ്റ്റൻസിലേക്ക് മാറിപ്പോകാൻ കാരണം ഇവിടെ കാർമികമായിട്ടുള്ള ചില സിറ്റുവേഷനാണ്. 8 നമ്പർ വന്നിട്ടുണ്ട്. ശനിയുടെ ഒരു അപഹാരം കൂടി നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കറണ്ട് സിറ്റുവേഷൻ ഇതാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കെട്ടി നിർത്തിയിരിക്കുന്നു. അതിന് കാരണം കാർമികമാണ്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്രപഞ്ചശക്തിയുടെ ഒരു ഇടപെടൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കാണുന്നത്. എല്ലാം ബാലൻസിങ്ങിൽ വരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന കാര്യമായിരിക്കാം, നിങ്ങൾ അഫർമേഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഒരു വിവാഹത്തെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്, കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം അതെല്ലാം മാറി നിങ്ങളിലേക്കൊരു ന്യൂ ബിഗിനിങ്, ഒരു സ്റ്റാർട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ബാലൻസിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി പൊതുവായിട്ടുള്ള എനർജിയാണ് എടുക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് സിറ്റുവേഷനാണ്. കാർമിക് സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെയും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് താല്പര്യമില്ല എന്നല്ല, കാർമിക് കാരണം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കറണ്ട് ഫീലിങ്സ് എന്താണ്? ഇപ്പോൾ 2 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ചില വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും നിങ്ങളുടെ ഇടയിൽ ഉള്ളതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണുന്നു. ഹൃദയം തകരുന്ന വേദനയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ തങ്ങളിൽ വഴക്കുണ്ടായതിനെ ചൊല്ലി നിങ്ങൾ തങ്ങളിൽ ഒരു കോൺഫ്ലിക്റ്റ് ഈ അടുത്ത സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ വന്നിട്ടുണ്ടായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതൊക്കെ കാരണം നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്ന ട്രസ്റ്റ് ഇഷ്യൂ നല്ല രീതിയിൽ വന്നിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്. നിങ്ങളോട് സ്നേഹത്തിന് കുറവൊന്നുമില്ല, നിങ്ങളോട് സ്നേഹമുണ്ട്. ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. പക്ഷേ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള ചില കാർമിക് പ്രശ്നങ്ങൾ കാരണമായിരുന്നു ഇത്രയും നാൾ ഈ ഒരു വേദനയിൽ തുടരാൻ കാരണം. ഇപ്പോഴും നിലവിലും ആ വേദന കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് കടന്നു വരാനും നിങ്ങൾക്കൊരു ഓഫർ തരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചില വ്യക്തികൾ നിങ്ങളുമായിട്ട് ആദ്യമായി കണ്ട ദിവസത്തെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങളോ അവരോ അങ്ങോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോമിസിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ഓർക്കുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ചില വ്യക്തികൾ 7 ഓഫ് സോഡിൻ്റെ എനർജി, ചില വ്യക്തികൾ ഒരു ഗെയിം കളിച്ചതായി കാണുന്നു. നിങ്ങളെ രണ്ടിനെയും പിരിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് ചില വ്യക്തികൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചില വ്യക്തികൾ വന്നു ചേർന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് മനഃപൂർവ്വമായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഉണ്ടാക്കിയതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അതാരുമാകാം, ലവ് തേർഡ് പാർട്ടി തന്നെ ആകണമെന്നില്ല, ഫാമിലി ആകാം, പാരൻസ് ആകാം, ഓക്കെ, സുഹൃത്തുക്കളാകാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അതവർ തിരിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരുപാട് നിങ്ങളെക്കാളും കൂടുതൽ അവർക്ക് പ്രയോറിറ്റി കൊടുത്തിരുന്നത് സാമ്പത്തിക കാര്യങ്ങൾക്കായിരിക്കാം. സാമ്പത്തികത്തിനായിരിക്കാം അവർ ഇമോഷണലിനെക്കാളും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരുന്നത്, അവരുടെ ജോലി, അവരുടെ ഫ്യൂച്ചർ. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരുപാട് ഫോക്കസ് കൊടുത്തിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തരുന്ന സമയങ്ങൾ ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോയത് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, പൈസയുടെ പിറകെ അല്ലെങ്കിൽ ജോലിക്ക് പിറകെ പോയത് കൊണ്ടാണ് നിങ്ങളിൽ നിന്നും അകന്നു പോകുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ചില ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകുന്നതിന് കാരണമായതെന്നെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്.
നിങ്ങളിലേക്ക് കടന്നു വരാനും ഒരു കോൾ മെസ്സേജ് ചെയ്യുവാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇവിടെ 5 ഓഫ് സോഡിൻ്റെ എനർജി വീണ്ടും വന്നിരിക്കുന്നു. 7 ഓഫ് സോഡ് പോലെ തന്നെയാണ് ഇവിടെ 5 ഓഫ് സോഡും കാണിക്കുന്നത്. ഒരു ചീറ്റിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണെ ഒരു ബ്ലാക്ക് മാജിക്കിൽ നിർത്തിയിരിക്കുന്നു. ഓക്കെ, ഒരു ഇലൂഷനിൽ നിർത്തിയിരിക്കുകയാണ്. കൈ കെട്ടിയിരിക്കുന്നു, കാല് കെട്ടി വെച്ചിരിക്കുന്നു. ഓക്കെ, അതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ വിചാരം ഈ ഒരു തേർഡ് പാർട്ടി എന്താണോ ആ വ്യക്തി പറയുന്നതാണ് സത്യം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓഫർ തരണമെങ്കിൽ ഈ ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഒരു നല്ലൊരു കമൻറ്റ് കിട്ടണം. പക്ഷേ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കാണിക്കുന്നെങ്കിലും അവരുടെ കയ്യിൽ ചില കത്തികൾ വെച്ചിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, അപ്പോൾ ഓഫർ കൊടുക്കാൻ പറയുന്നുണ്ടെങ്കിലും പിറകിൽ നിന്നും കുത്തുന്നതിന് വേണ്ടിയിട്ട് ആ തേർഡ് പാർട്ടിയുടെ കയ്യിൽ ഒരു വാളിരിപ്പുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ മുമ്പിൽ അവർ നല്ല വ്യക്തിയായിട്ട് ചമഞ്ഞുകൊണ്ട് നിങ്ങളെ അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി ശ്രമിക്കുന്നത്. പക്ഷേ അവരുടെ മുന്നിൽ തേർഡ് പാർട്ടി നല്ലൊരു വ്യക്തിയാണ്. ഓക്കെ, ദ വേൾഡിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ലോകം തന്നെയാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അവർക്ക് സന്തോഷങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, നിങ്ങളെ ഒരു വലിയൊരു സ്റ്റാറായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഇപ്പോൾ എൻ്റെ വ്യൂസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളെ മിസ്സ് ചെയ്യുന്നു. 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡൊക്കെ വാരി കൊടുക്കുകയും ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളും കാര്യങ്ങളും ഒക്കെ അവർക്കിപ്പോൾ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് ഇപ്പോൾ ഈ ഒരു നിമിഷം? എൻ്റെ വ്യൂസിനെ കുറിച്ച്, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് ഫീലിങ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്? ഓക്കെ, ദ ഫൂളിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് കളഞ്ഞത് ഒരു വിഡ്ഢിത്തരമായിട്ടുള്ള ഒരു തീരുമാനമായിപ്പോയി, നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയത്. 9 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ഉപേക്ഷിച്ച് അവർ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് അവർ മറ്റേതെങ്കിലും ഒരു ഫൂളിഷായിട്ടുള്ള തീരുമാനത്തിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റായി പോയി എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിനെ കുറിച്ച്, വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? ഓക്കെ, ഇപ്പം ഹാങ്ഡ് സിറ്റുവേഷനാണ്. ജസ്റ്റിസ് നിങ്ങൾക്ക് നൽകണമെന്നവർ ചിന്തിക്കുന്നു. ജസ്റ്റിസിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇതുവരെയും അവരുടെ ഭാഗമാണ് ശരി എന്നാണ് ചിന്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലായി ഒരുപാട് ദൂരേക്ക് മാറിയതിന് ശേഷം നിങ്ങളുടെ ഭാഗത്തും ശരിയുണ്ടായിരുന്നു. അത് തിരുത്തിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളിലേക്ക് വരില്ല എന്നവർ ചിന്തിക്കുന്നു. നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു റീയൂണിയന് സാധ്യതയുണ്ടോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണുമായിട്ടൊരു റീയൂണിയന് സാധ്യതയുണ്ടോ? ഇവിടെ 2 കാർഡ് വയ്ക്കും. ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ്, സെക്കൻഡ്. 4 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ഒരു റീയൂണിയന് സാധ്യതയുണ്ട്. 4 ഓഫ് പെൻറ്റിക്കിളും പേജ് ഓഫ് പെൻറ്റിക്കിളും ആണ്. തീർച്ചയായിട്ടും റീയൂണിയന് സാധ്യത തന്നെയാണ് കാണുന്നത്. ഓവറോൾ എനർജിയിൽ ഒരു 7 ഓഫ് വാണ്ടിൻ്റെ എനർജി ഉണ്ട്. ചെറിയ ബ്ലോക്കേജ് ഉണ്ട്. അതിൽ നമ്മൾ ആദ്യമേ 2 കാർഡ്സ് എടുത്തതിൽ ഫസ്റ്റ് കാർഡുകാർക്ക് ഒരു ചെറിയ ബ്ലോക്കേജ് കണ്ടിരുന്നു. അവർക്ക് ഇപ്പോൾ സമയദോഷം കാരണം അവരുടെ ഇടയിൽ ഒരു ചെറിയ കാർമിക് സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടുള്ളൊരു ബ്ലോക്കേജ് ഇവിടെ കാണുന്നുണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ്. റീയൂണിയൻ എന്തായാലും സാധ്യമാണ്. ഫസ്റ്റ് കാർഡുകാർക്ക് കുറച്ചുകൂടി ഒന്ന് താമസിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് കൂടി എടുക്കാം. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പൈസയെ ചൊല്ലി എന്തെങ്കിലും രീതിയിൽ വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്ത നിങ്ങൾക്ക് കൂടുതലും അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഈ ഒരു ഫീലിങ്സ്. നിങ്ങൾക്ക് ഒരുപാട് ചിന്ത വന്നിട്ടുണ്ടായിരിക്കാം. കൂടുതലും പൈസയുടെ കാര്യത്തിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. മണി മൈൻഡഡ് ആണ്. ഇമോഷണൽ ആയിട്ടുള്ള നമ്മുടെ കാർഡ് റീഡിങ്ങിൽ തന്നെ വന്നിരുന്ന സാമ്പത്തിക കാര്യങ്ങളിലാണ് കൂടുതൽ ഫോക്കസ്. അത് ഒരുപക്ഷെ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. എന്ന് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും രീതിയിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില കാര്യങ്ങൾക്ക് ബാലൻസിങ്ങിൽ വരുന്നില്ല എന്നുള്ള മെസ്സേജാണ്. സാമ്പത്തികവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ബാലൻസ് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു മെസ്സേജാണ് ഇപ്പോൾ വരുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ,
ഇതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങളിൽ ഈഗോയാണ് വന്നിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളോട് അവർ വാഗോണ്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നിനക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇന്നലെ വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോഴും അങ്ങനെ പറയുന്നെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അവരങ്ങനെയൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ആ പറഞ്ഞതിന് ശേഷവും നിങ്ങളെ അവർക്ക് നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പറച്ചിലൊന്ന്, ഹിഡൻ ആയിട്ടുള്ള ഫീലിങ്സ് ഒന്ന് അവർ പുറമേ കാണിക്കുന്നത് മറ്റൊന്നാണ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ നോസ്. ഓക്കെ, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും, അല്ലെങ്കിൽ ദൈവം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് കാര്യം കൊണ്ടുവരും എന്നുള്ളത് പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നതായി കാണുന്നു. ഇവിടെയും അതുപോലെ തന്നെ 4 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഒരു നല്ല രീതിയിൽ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനോട് വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം സംസാരിച്ച് അതിലൊരു ക്ലാരിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സോൾവ് ആകുമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അതിന് വേണ്ടിയിട്ടുള്ള വഴികളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ആലോചിപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ, മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ ഭാഗത്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കത്തില്ല. നിങ്ങൾ അറിഞ്ഞത് മുഴുവനും സത്യമായിരിക്കാം. പക്ഷേ ഇവർ നിങ്ങളുടെ പേഴ്സൺ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നെങ്കിലും വഴികളെല്ലാം മൂർച്ചയേറിയ വാളുകളാൽ നിൽക്കുകയാണ്. തെളിവുകളെല്ലാം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നിരത്തുമ്പോൾ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ മനസ്സിനെ ഒരു ട്യൂൺ ചെയ്തുകൊണ്ട് മറ്റൊരു ദിശയിലേക്ക് അറ്റ്യൂൺമെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്, നിങ്ങളുടെ ചിന്തയാണ്, നിങ്ങളൊരു സംശയരോഗിയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിൽ നിന്നും നിങ്ങളാണ് കുറ്റക്കാർ, അവരുടെ ഭാഗത്ത് കുറ്റമൊന്നുമില്ല എന്ന് അടിച്ചേൽപ്പിച്ച് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങളിലേക്ക് വരാൻ അവർക്ക് വഴികളില്ല. കാരണം അവർ തെറ്റ് ചെയ്തത് കൊണ്ടാണ് വഴികളില്ലാത്തത്. തെറ്റ് ചെയ്യാത്തവർക്ക് വഴികൾക്ക് ഒരു പ്രശ്നവും കാണില്ല. അപ്പം വഴികളെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരിപ്പോൾ കുറച്ച് സൈലൻറ്റ് മോഡിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവരിപ്പോൾ സെൽഫ് ലവ് ചെയ്യുകയും മെഡിറ്റേഷൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനയിലാണ് എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തായിരുന്നാലും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് നല്ല രീതിയിൽ സ്നേഹമുണ്ട്, നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട്, റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ട്. ജഗ്ലിംഗ് സിറ്റുവേഷനാണ്. നിങ്ങളുടെ ഇടയിൽ സാമ്പത്തികപരമായിട്ടോ ജോലി സംബന്ധമായിട്ടോ എന്തെങ്കിലും രീതിയിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായതായി കാണുന്നു. അപ്പോൾ അതിനെ ചൊല്ലിയും നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ, ഇനിയും പഴയതുപോലെ ആയിരിക്കുമോ, അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും പറഞ്ഞ് പ്രശ്നമുണ്ടാകുമോ എന്ന് മനസ്സ് ജഗിള് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് നല്ല രീതിയിൽ കുറ്റങ്ങളെല്ലാം നിങ്ങളിൽ തന്നെ ആരോപിച്ചുകൊണ്ട് അവരേറ്റവും പെർഫെക്റ്റ് ആയിക്കൊണ്ട് നിങ്ങളുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ റിലേഷൻഷിപ്പിനെ ഇത്രയും പ്രശ്നത്തിൽ കൊണ്ടുവന്നതെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള വഴികളും അവർ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ വഴികളെല്ലാം അടഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഒരു നല്ല ചീറ്റിംഗ് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. 10 ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു ചീറ്റിംഗ് തന്നെയാണ് ഇവിടെ കാണുന്നത്. ആ ചീറ്റിംഗ് അല്ല, നിങ്ങളുടെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് അവർ വരുത്താൻ ശ്രമിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറന്നു പോകരുത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.